നമസ്കാരം. അമേരിക്ക-ഇറാൻ യുദ്ധം ചൈനയുടെ സമ്പദ്വ്യവസ്ഥയിൽ കനത്ത ആഘാതം സൃഷ്ടിക്കുന്നു. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ വ്യാപാര നികുതികളെ ചൈന അതിജീവിച്ചെങ്കിലും നിലവിലെ മിഡിൽ ഈസ്റ്റ് സംഘർഷം ചൈനീസ് നിർമ്മാണ മേഖലയെയും കയറ്റുമതിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതോടെ ചൈനയിലെ ഫാക്ടറികളിൽ ഉൽപ്പാദന ചെലവ് കുതിച്ചുയരുകയും ഓർഡറുകൾ കുറയുകയും ചെയ്തതായി BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയിലെ പ്രധാന വ്യാവസായിക കേന്ദ്രമായ ഗ്യാങ്ഷുവിലെ തുണി വിപണിയിൽ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വിലവർധനവും തിരിച്ചടിയായിട്ടുണ്ട്. തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില 20% വർദ്ധിച്ചതോടെ പല വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചെങ്കിലും വിദേശ ഉപഭോക്താക്കൾ കൂടുതൽ പണം നൽകാൻ തയ്യാറാകാത്തത് ചെറുകിട വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇത് തൊഴിലാളികളുടെ വേതനം കുറയാനും തൊഴിലില്ലായ്മ വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്. ഫോസാനിലെ നിർമ്മാണ ഹബ്ബുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ്. മണിക്കൂറിന് വെറും 18 മുതൽ 20 യുവാൻ വരെയാണ് പലർക്കും ലഭിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം ആർക്കും മനസ്സിലാകില്ല എന്നാണ് പല തൊഴിലാളികളും പ്രതികരിക്കുന്നത്. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഇവർക്കിടയിൽ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധവും പുകയുന്നുണ്ട്. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ കയറ്റുമതി മേഖലയിലെ മാന്ദ്യം സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിച്ചത് ചൈനയുടെ ഇലക്ട്രിക് വാഹന മേഖലയ്ക്ക് ഗുണകരമാകുന്നുമുണ്ട്. മാർച്ചിൽ മാത്രം ചൈന 3,50,000 ഇലക്ട്രിക് വാഹനങ്ങളാണ് കയറ്റുമതി ചെയ്തത്. പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചതോടെ ലോകമെമ്പാടും ചൈനീസ് EVകൾക്കും പ്രിയമേറി. എന്നാൽ യുദ്ധം മൂലം മിഡിൽ ഈസ്റ്റിലേക്കുള്ള കയറ്റുമതി തടസ്സപ്പെട്ടത് വലിയൊരു വിപണി നഷ്ടപ്പെടാനും കാരണമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് പോകേണ്ട നൂറുകണക്കിന് വാഹനങ്ങൾ നിലവിൽ ചൈനീസ് തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഉടൻ അവസാനിക്കണമെന്നാണ് ബീജിംഗിന്റെ ആഗ്രഹം. ഇറാനെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാൻ ചൈന നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് ട്രംപിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ശ്രമിക്കുന്നത്. മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടിയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത്. യുദ്ധം മൂലം അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറയുന്നത് ചൈനയ്ക്ക് താൽപ്പര്യമുള്ള കാര്യമാണ് എങ്കിലും അസ്ഥിരമായ ഒരു അമേരിക്കൻ ഭരണകൂടം ആഗോള വ്യാപാരത്തിന് ഗുണകരമാകില്ല എന്നും ചൈന തിരിച്ചറിയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളിലേക്ക് ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ചൈന മാറുകയാണ്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി ചൈന ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. ഗ്യാങ്ഷുവിലെ കാന്റൺ ഫെയറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളും റോബോട്ടുകളും ചൈനയുടെ ഭാവിയിലേക്കുള്ള ചുവടുവയ്പായി ബീജിംഗ് ഉയർത്തിക്കാട്ടുന്നു. അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചൈന സാങ്കേതിക വിദ്യയിൽ മുന്നേറുന്നു എന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. എന്നാൽ താഴെത്തട്ടിലുള്ള തൊഴിലാളികളുടെ ദുരിതം ചൈനയുടെ മുന്നേറ്റത്തിനും മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ആഗോള എണ്ണ വിപണിയിലെ ചാഞ്ചാട്ടം ചൈനയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലേക്കുള്ള മാറ്റവും വേഗത്തിലാക്കിയിട്ടുണ്ട്. എങ്കിലും കയറ്റുമതിയെ ആശ്രയിച്ചു കഴിയുന്ന ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷിതമായ ഗതാഗതം അനിവാര്യമാണ്. യുദ്ധം നീണ്ടുപോയാൽ അത് ചൈനയുടെ ആഭ്യന്തര സ്ഥിതിയെ പോലും ബാധിക്കാനും സാധ്യതയുണ്ട്.